പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ വചന ചിന്തയ്ക്ക് ധ്യാനിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. പുതിയ നിയമ സുവിശേഷങ്ങളായിക്കോട്ടെ, ലേഖനങ്ങളായിക്കോട്ടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മോട് പറയുകയാണ്, ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഇന്നത്തെ ലോകത്തെ നോക്കുമ്പോൾ, ഇന്നത്തെ ചില വ്യക്തികളെ, ചില മനുഷ്യരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മീക ഉറക്കത്തിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു കാലത്ത് ആത്മീക ഉറക്കത്തിൽ നിലനിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വലിയ കൃപയാൽ ഇന്ന് ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സുബോധത്തോടായിരിക്കാനും ഒക്കെ കർത്താവ് പരിശീലിപ്പിക്കുന്നുണ്ട്. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ശേഷമുള്ള മനുഷ്യരെ പോലെ ഉറങ്ങാതെ ഉണരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പുതിയ നിയമ സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പായിട്ട് ദൈവം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂടെ കൂട്ടുന്നു. എന്നാൽ ഒരു നാഴിക പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം അവരോട് ചോദിക്കുകയാണ്, ഒരു നാഴിക പോലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം എപ്പോഴും ബലഹീനമാണെന്ന്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. അങ്ങനെയെങ്കിൽ എന്താണ് ശിഷ്യന്മാർക്ക് നേരിടേണ്ടി വന്ന പരീക്ഷ? ഒന്നും കൂടി പറഞ്ഞാൽ പത്രോസിന് നേരിടേണ്ടി വന്ന 3 പരീക്ഷകളായിരുന്നു. ഒന്നാമത്തെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും മഹാപുരോഹിതന്മാരും പുരുഷാരവും ഒക്കെ, ജനത്തിന്റെ മൂപ്പന്മാരുടെ പുരുഷാരം ഒക്കെ ദൈവത്തെ പിടിപ്പാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഈ പത്രോസ് എന്താണ്? തൻ്റെ ബുദ്ധിയിൽ താൻ വാളുറയിൽ നിന്നെടുത്ത് മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു. ഒന്നാമതായിട്ട് നമ്മൾ ആത്മീക ഉറക്കത്തിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ തീരുമാനമെടുക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ, ചില വേദനകൾ വരുമ്പോൾ ആത്മാവിനോട് ചോദിക്കാതെ, അതായത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ തീരുമാനമെടുക്കും. ഇത് ഉറങ്ങുന്നവരുടെ ലക്ഷണമാണ്. ഈ ഉറക്കത്തിൽ നിന്ന് വിട്ട് ഉണർവിലേക്ക് എങ്ങനെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ ഉണർവിലേക്ക് നയിക്കാൻ കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട് പത്രോസ് നേരിട്ട ഒരു പരീക്ഷ എന്ന് പറയുന്നത്, താൻ അകലം വിട്ട് ദൈവത്തെ അനുഗമിച്ചു, അല്ലെങ്കിൽ അകലം വിട്ട് ദൈവത്തെ പിൻചെന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും നന്മകളും ദൈവം നൽകി തരുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ മാറ്റി ദൈവം ഓരോ പ്രശ്നങ്ങൾക്കും അത്ഭുതകരമായിട്ടുള്ള നന്മകൾ ജീവിതത്തിൽ വഴിയും വാതിലുകളും ഒക്കെ തുറന്നു തരുമ്പോൾ നാം പിന്നെന്താണ്? അകലം വിട്ടാണ്. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തോട് ചേരാതെ, പ്രാർത്ഥിക്കാതെ, വചനം വായിക്കാതെ, ധ്യാനിക്കാതെ ഒരകൽച്ചയൊക്കെ കാണിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് സൗഭാഗ്യങ്ങളായി, നന്മകളായി പഴയ അവസ്ഥയിൽ നിന്നൊക്കെ മാറി. അപ്പം ഇത് ഉറങ്ങുന്നവരുടെ ഒരു ലക്ഷണമാണ്. അപ്പം ഈ ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഏതൊരവസ്ഥയിലും, കഷ്ടങ്ങളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, എപ്പോഴും ദൈവത്തോട് ഒരേപോലെ ചേർന്നിരിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമതായിട്ട് പത്രോസിന് നേരിടേണ്ടി വന്ന മൂന്നാമത്തെ പ്രശ്നം, മൂന്നാമത്തെ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ അറിയുന്നില്ലെന്ന് താൻ എന്താണ് പ്രാകുവാനും ആണയിടുവാനും ഒക്കെ തുടങ്ങി. അല്ല, ഈ മനുഷ്യനെ ഞാൻ ഒരു നാളും അറിയുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞു. അപ്പൊ ചിന്തിക്കുക, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പെറുപിറുക്കുന്നവരായി തീരരുത്. നമ്മുടെ സമയത്ത് കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് കരുതി ദൈവത്തെ ഒരിക്കലും നമ്മൾ, ഈ ദൈവം എന്താ ഇങ്ങനെ ദുഷിച്ച് നമ്മൾ പറയല്ല. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നിന്നായിക്കോട്ടെ, നാവിൽ നിന്നായിക്കോട്ടെ വരാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഇതാണ് ഉറങ്ങുന്നവരുടെ മൂന്നാമത്തെ ലക്ഷണം. കാരണം അവരാഗ്രഹിക്കുന്ന സമയത്തൊന്നും നടക്കുന്നില്ല, അവരാഗ്രഹിക്കുന്നത് പോലെ ഈ പ്രതിസന്ധി ഒന്നും മാറുന്നില്ല, അവരാഗ്രഹിക്കുന്ന വഴികൾ തുറക്കുന്നില്ല. അപ്പോൾ എന്താണ്? പിന്നീട് ദൈവത്തെ ദുഷിക്കും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ശേഷമുള്ള മനുഷ്യരൊക്കെ ഇത് ചെയ്യുമ്പോഴും ശേഷമുള്ള മനുഷ്യരെ പോലെ ആകാതെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. ദൈവഹിതപ്രകാരം അനുസരിച്ച് നാം ഓരോരുത്തരും ഉറക്കം വിട്ട് ഉണർവിലേക്ക് എത്തുക.
എങ്ങനെ ഉണർന്നിരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറക്കം വിട്ട് പലപ്പോഴും ഉണർവിലേക്ക് എത്താൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുബോധത്തോടെ ആയിരിക്കുമ്പോൾ മാത്രമേ ഉണർവിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മളുടെ ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ ഇളയവൻ സ്വത്തെല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി. എന്നാൽ ആ സ്വത്തെല്ലാം തീർന്ന ശേഷം തനിക്ക് എന്താണ് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ആഹാരം ലഭിക്കാതെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് സുബോധം വന്നപ്പോൾ താൻ തൻ്റെ അപ്പനെ പറ്റി, അപ്പൻ്റെ ഭവനത്തെ പറ്റി ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്, അങ്ങോട്ടേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളിൽ പലരും ഉറക്കത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഒരു ഉണർവിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സുബോധം നൽകിയാൽ മാത്രമേ നമുക്ക് ഉണർന്നിരിക്കാൻ കഴിയത്തുള്ളൂ, പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സുബോധം നൽകണം, അല്ലേ? സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആകയാൽ ഈ ദിവസങ്ങളിൽ സുബോധമുള്ളവരായിരിക്കാം, ഉണർന്നിരിക്കാം, പ്രാർത്ഥിക്കാം, ദൈവഹിതപ്രകാരം ചുവടുകൾ വെക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.